ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഒക്ടോബർ മാസഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് സൂര്യഗ്രഹണ മാസം ആണ്. 12ാം ഭാവരാശിയിൽ സൂര്യഗ്രഹണം നടക്കുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 9 അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ ബുധനും സൂര്യനുമൊക്കെ തന്നെ ആദ്യത്തെ 2 വാരമൊക്കെ കേതുവുമായിട്ട് യോഗം ചെയ്ത് ആ കേതുവിൻ്റെ രാശിയിലാണ്. അപ്പോൾ ആ ബുധൻ ഒക്ടോബർ 10 കൂടി ആ കേതുവിൻ്റെ യോഗത്തിൽ നിന്ന് മുക്തനാകുന്നു. അതുപോലെ സൂര്യനും ഒക്ടോബർ 17 കൂടി സൂര്യൻ ആ കേതുവിൻ്റെ യോഗത്തിൽ നിന്ന് മുക്തനാകുന്നു. എങ്കിലും ആ സൂര്യൻ ജന്മരാശിയിൽ നീചസ്ഥിതനാകുന്നു. അതുപോലെ കുജൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ഒക്ടോബർ 20 കൂടി ആ കുജൻ കർമ്മസ്ഥാനത്തേക്ക് നീചരാശിയിലേക്ക് രാശി മാറും. ഇപ്പോൾ പൊതുവെ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയും ഈ പറഞ്ഞ ഗ്രഹമാറ്റത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് പൊതുഫലം എന്ന് പറയാൻ കാരണം ഈ കൂറുകാർക്കും അതുപോലെ ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഒക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ശുക്രനാണ്. അഷ്ടമഭാവാധിപനും കൂടിയാണ് ശുക്രൻ. ആ ശുക്രൻ ജന്മരാശിയിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ഒക്ടോബർ 12 വരെ. ഇപ്പോൾ ജന്മരാശ്യാധിപൻ ജന്മരാശിയിൽ ബലവാനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ 6 രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. അത് വിപരീത രാജയോഗമാണ്. അപ്പോൾ പൊതുവെ 17 മുതൽ സൂര്യൻ ജന്മരാശിയിൽ നീചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രവി നീചസ്ഥിതനാകുന്നു എന്നുള്ളത് കൊണ്ട് അതുപോലെ 2 ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലർക്കത് മെൻ്റൽ ടെൻഷൻ ഉണ്ടാക്കിയെന്ന് വരാം. ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ ആദ്യത്തെ 2 വാരം ദൂരയാത്രകളിലൊക്കെ നമ്മളൊരു കെയർ വേണം. അപ്പോൾ അതുപോലെ 7 ആ ശനിയുടെയൊക്കെ ദൃഷ്ടി വരുന്ന സമയം ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും വേണം. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ, ആ ചന്ദ്രൻ വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹമാണ്. അതുപോലെ 10 ഗ്രഹങ്ങളില്ല എങ്കിലും ഒക്ടോബർ 20 കൂടി ആ കുജൻ ആ 10ാം ഭാവരാശിയിലേക്ക് രാശി മാറി വരുന്നുണ്ട്. ശുക്രന് ബലമുണ്ട്. 9 മുതൽ ഗുരു അഷ്ടമത്തിൽ വക്രത്തിലാകുന്നു. അപ്പോൾ തൊഴിലിടത്ത് പൊതുവെ ആലസ്യം, ഉത്കണ്ഠ ഒക്കെ ഉള്ളവർക്ക് അത് കുറയാൻ സാധ്യതയുണ്ട്. തൊഴിലിടത്ത് കാര്യക്ഷമതയൊക്കെ കൂടും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ തൊഴിൽ വഴി ഉണ്ടാകും. തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. രവിയും ബുധനുമൊക്കെ ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏത് പ്രശ്നങ്ങളും മാനേജ് ചെയ്യുന്നതിന് അത് കഴിയും. സൂര്യനാണെങ്കിൽ 11ാം ഭാവാധിപനും കൂടിയാണ്. ഒക്ടോബർ 20 മുതൽ കുജന് 10 സ്ഥിതി വരുന്നത് അത് നീചസ്ഥിതിയാണ്. അപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനി ഈ കുജൻ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ അവസാന വാരമൊക്കെ ആകുമ്പം തൊഴിലിടത്ത് അവസാന വാരം, പ്രത്യേകിച്ച് 20-ന് ശേഷം
ചെറിയ വീഴ്ചകളോ തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ശ്രദ്ധ വേണം. ഇപ്പം നമ്മുടെ പ്രവൃത്തിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെയൊക്കെ ഒരു കെയർ വേണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ 2 വാരം ബുധാദിത്യ യോഗമൊക്കെ ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് പൊതുവെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗ്രഹണവാരം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും ആദ്യത്തെ വാരം. അത് കഴിയുമ്പോഴൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വിദേശത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ കുജൻ 9ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബിസിനസ് കാരകൻ ബുധനും ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും ഇഷ്ടസ്ഥാനത്താണ്. അപ്പം രവിയും ബുധനും ശുക്രൻ്റെയൊക്കെ ആ ദൃഷ്ടി 7ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിലെ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന മാസമാണ്. ഡെയിലി വരുമാനമൊക്കെ കൂടും. ലാഭത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുണ്ട്. പുത്തൻ കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് പ്ലാന്, തന്ത്രങ്ങൾ ഇവയൊക്കെ മാറ്റിയൊക്കെ പോകുന്നവർക്ക് ഏത് തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനെയൊക്കെ ഫേസ് ചെയ്യാനൊക്കെ അവർക്ക് കഴിയും. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ കുജൻ നീചസ്ഥിതനാകുന്നുണ്ട്. അതായത് 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ നീചരാശിയിലേക്ക് വരുന്നുണ്ട്. അത് അവസാനം പ്രത്യേകിച്ച് 20-ന് ശേഷം ബിസിനസ്സിൽ നമ്മൾ അല്പം ശ്രദ്ധ കൂട്ടണം. ഒരു കോൺസെൻട്രേഷന് ഒരു കൂടുതൽ കൊടുക്കണം. അതുപോലെ വിദേശ ബിസിനസ്സുകാർക്ക് ഗ്രഹണവാരം, അതായത് ആദ്യത്തെ വാരം കഴിയുമ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. 10 മുതൽ ആ ബുധൻ ജന്മരാശിയിൽ വരുന്നുണ്ട്. അതുപോലെ ബുധനും രവിയുമായിട്ടുള്ള ബുധ ആദിത്യ യോഗമൊക്കെ ജന്മരാശിയിൽ വരുന്നുണ്ട്. ശുക്രൻ 12 വരെ ജന്മരാശിയിലുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ശനി 5ൽ വക്രത്തിലാണ്. പൊതുവെ പഠനത്തിൽ ആത്മവിശ്വാസവും ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാകാവുന്ന മാസമാണ്. എങ്കിലും 5ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ തനിക്ക് എല്ലാം അറിയാം എന്ന ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അങ്ങനെ ഒരു ചിന്ത വരും. എനിക്കെല്ലാം അറിയാം, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കണം. അങ്ങനെ ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ, പ്രത്യേകിച്ച് 5ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലും കൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വേണം പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടണം. അതിന് കൂട്ടിയൊക്കെ പോകുന്നവർക്ക് പൊതുവെ നല്ലതാണ്. ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്ക് പൊതുവെ ബുധൻ്റെയൊക്കെ ഗുണം ഉണ്ടാകും. അതേസമയം യോഗകാരകനായിട്ടുള്ള ശനി യോഗകാരകനാണ്. 4ഉം 5ഉം ഭാവാധിപനാണ് ശനി. ആ ശനി 5ൽ വക്രത്തിലായതുകൊണ്ട് പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർ, ഇപ്പോൾ പുതിയ കോഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നവർ, അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാകണം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരുന്നവർ മുതിർന്നവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കണം. വിദേശത്തൊക്കെ പഠനം നടത്തുന്നവർക്കും പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ ആദ്യത്തെ വാരം കഴിയുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ കുജനാണ്. ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഒക്ടോബർ 19 വരെ. 11ാം ഭാവാധിപൻ സൂര്യൻ ആദ്യത്തെ 2 വാരം വ്യയസ്ഥാനത്താണെങ്കിലും അവസാനത്തെ 17 മുതൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. എങ്കിലും 11ാം ഭാവാധിപൻ നീചസ്ഥിതനാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ 2 വാരം ചെലവ് കൂടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം 11ാം ഭാവാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. അതുപോലെ 13 മുതൽ ശുക്രൻ ധനസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. അത് ധനകാരകൻ ഗുരു അഷ്ടമത്തിൽ 9 മുതൽ വക്രത്തിലാകുന്നുണ്ട്. 2ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന്, സമ്പാദ്യത്തിനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ധന നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ബെനിഫിറ്റ്, ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന വിധം ഒരു ബെനിഫിറ്റ് ഉണ്ടാകണമെന്നില്ല. കാരണം 5ാം ഭാവാധിപൻ 5ൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് അത്രത്തോളം ഗുണകരമാകണമെന്നില്ല. അതുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് കാശ് മുടക്കുന്നവർ ശ്രദ്ധിക്കണം.
ഇപ്പോൾ പൊതുവെ ഒരു ധന മാനേജ്മെന്റ് ആവശ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരമൊക്കെ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 9-ൽ 19 വരെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. 20 മുതൽ ആ 7ാം ഭാവാധിപൻ നീചസ്ഥിതനാകുന്നുണ്ട് 10-ൽ. അപ്പോൾ ആദ്യത്തെ 2 വാരമൊക്കെ ശുക്രന് 7ലേക്ക് ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ വിവാഹ ആലോചനകൾ ഒക്കെ സ്മൂത്തായിട്ട് വരാവുന്ന സമയമാണ്. എങ്കിലും 7ൽ ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ നമ്മൾ വിവാഹ നിശ്ചയത്തിനൊക്കെ ഒരു കാലതാമസം ചിലപ്പോൾ വന്നു എന്ന് വരാം. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ട് കാണുന്നില്ല. കാരണം 5ാം ഭാവാധിപൻ 5-ലാണെങ്കിലും വക്രത്തിലാണ്. മാത്രമല്ല 20 മുതൽ ആ 5ാം ഭാവരാശിയിൽ നിൽക്കുന്ന ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രണയബന്ധത്തിലൊക്കെ ചെറിയ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കാം. അതുപോലെ തന്നെ ഈ ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിരിക്കും, പ്രശ്നങ്ങളൊക്കെ കുറയും. ജീവിത പങ്കാളിയുമായിട്ട് ദൂരയാത്രകളോ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യതയുണ്ട്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. 2-ലും 4-ലും ഒക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 4-ൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. കുടുംബ അംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. എങ്കിൽ തന്നെയും അതൊന്നും വലിയ പ്രശ്നങ്ങളാവില്ല. കാരണം 4-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ കുടുംബജീവിതം സന്തോഷകരമാകും എന്ന് തന്നെ പറയാം. ഒക്ടോബർ 16, 17, 20, 21, 29, 30, 31 ഈ ദിവസങ്ങൾ ഈ കുറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ പറഞ്ഞതെല്ലാം ഈ തുലാക്കുറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ തുലാക്കുറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തുലാലഗ്നമാണോ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ പല സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്, എൻ്റെ ലഗ്നം ഏത് രാശിയാണ് എന്നുള്ളത്. അപ്പോൾ തുലാക്കുറുകാർക്ക് ചിലർക്ക് തുലാലഗ്നം വരാം. ഇപ്പോൾ തുലാക്കുറും തുലാലഗ്നവും ഒരുപോലെ വരുന്നവർക്ക്, ഒന്നായിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല. എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരു പൊതുഫല വ്യത്യാസമായിരിക്കും. അതേസമയം ഈ തുലാക്കൂറിലെ നക്ഷത്രക്കാർക്ക് മറ്റ് രാശികൾ ലഗ്നരാശികളായിട്ട് വരാം. അങ്ങനെ വ്യത്യസ്ത ലഗ്നരാശികളായിട്ട് വരുന്ന തുലാക്കൂറുകാർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം തന്നെ അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ഒക്ടോബർ മാസത്തിൻ്റെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലവും ലഗ്നഫലവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൂറിൻ്റെ ഫലത്തെക്കാളും ഏറ്റവും കൂടുതൽ കൃത്യത വരുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. ഇപ്പോൾ ലഗ്നഫലം അറിഞ്ഞൂടാത്തവർ അവരുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അയക്കുകയാണെങ്കിൽ അവർക്ക് ഏതാണ് ലഗ്നം എന്ന് അവർക്ക് അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.